എന്തരടെ ഇതിപ്പോ കേരള അതിർത്തികൾ കഴിഞ്ഞ് തമിഴ്നാടുകൾ കഴിഞ്ഞ് കാശ്മീർ ബോർഡറിൽ എത്തിയല്ലേ? അണ്ണ ആ രഞ്ജിത്ത് നമ്മളെ പറ്റിച്ചെന്നാ തോന്നുന്നത്. മണിക്കൂർ 4 വണ്ടിയെ കയറിയിട്ട്. പാർട്ടി നേതാക്കന്മാരെ നമ്മളെ നാട് കടത്തിയതാണെന്നാ തന്നെ വെട്ടി നിരത്തലിന്റെ മറ്റൊരു മുഖം. ഇവിടെയൊക്കെ പുലികളെ മടകളാണെന്നാണ് കേട്ടത്. ഒരു ഗുണ്ടയ്ക്കായിട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുവോടെ സുന്ദര? ചിലപ്പം വേണ്ടി വരും. ആ എടാ കുട്ടിസാക്കന്മാരെ ഒരു ചായക്കടയാണെന്ന് തോന്നണേ. ചവിട്ടട്ടാ എങ്കിൽ ചവിട്ടണ ചായയും കുടിക്കാൻ വഴിയും ചോദിക്കാം. എങ്കിൽ അകത്തോട്ട് കേട്ട സ്ഥലമുണ്ട്, സൈഡ് വെച്ചോ പോവല്ലേ. ബോഞ്ചുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കുടിക്കണം. ഭയങ്കര ക്ഷീണോടെ. ഇവിടെ ആരും കാണുന്നില്ലല്ലേ? പഴവും വടയും മുട്ടയൊക്കെ ഉണ്ട്. നമുക്കടുത്ത് കഴിച്ചിട്ടങ്ങ് പോയാലോ? ശരിയാ, ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? തന്നെ എന്നാ പിന്നെ വാടേ, നമ്മളായിട്ടൊന്ന് തെറ്റിച്ചെന്ന് വേണ്ട. 2 വട എനിക്കും കൂടെ എടുത്തോ. എന്റെ കട കയറി എന്റെ മുതുകത്ത് നിറങ്ങിയതും പോരാഞ്ഞിട്ട് എന്നെ കള്ളാന്ന് വിളിക്കുന്നോടാ. ഈ ഭീമസേന ആരാന്ന് അറിയോടാ നിനക്ക്? അവനെ കട്ടി നീളമുണ്ടേ. ഉരുണ്ട് വരുന്ന വരവ് കണ്ട. അത്ഭുത ദ്വീപിലെ കുള്ളൻ രാജാവാണ് കേട്ടോ. അങ്ങോട്ട് ഇരിക്കണോ? ഇല്ല അമ്മേ, ഇപ്പൊ ഇരുന്ന് കുടിക്കാൻ എന്താ ചായയോ ചാരായോ? അന്നം നിർത്തിയ സ്ഥലം ഏതായാലും കൊള്ളാം. എനിക്ക് 2 പട്ട 4 മുട്ട, യോമാർക്ക് 2 കട്ടൻ. ഞങ്ങളെന്തോന്ന് കുട്ടികളാ കട്ടൻ കുടിക്കാൻ? ഞങ്ങൾക്കും പോരട്ടെ ഈ 2 പട്ട. ഏയ് കുട്ടികളെ, ഒരു കുപ്പി പട്ടയും പിന്നെ മുട്ടയും കൊണ്ടുപോവാ. അതെ, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി രാജപ്പൻ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ല. ജീവൻ കേട്ടിട്ടില്ല. ഈ മേലേടത്ത് ബംഗ്ലാവിലേക്ക് തോന്നെ ദൂരം ഉണ്ടാടേ. ഈ വളവ് കഴിഞ്ഞ 4 കിലോമീറ്ററോളം മന്ത്രിയുടെ തേയിലത്തോട്ടമാ. അത് തിരുന്നെടുത്ത് ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ട്. പിന്നെ അങ്ങോട്ട് കാട. ആ കാട്ടിനുള്ളിൽ ആ ബംഗ്ലാവ്. എന്തിനാ കുട്ടി സഹാക്കന്മാരെ ഉള്ള ചോര അവിടെയുള്ള യക്ഷിക്ക് കുടിക്കാൻ കൊടുക്കുന്നത്? ആ ചോര നാട്ടിലെ വല്ല മെഡിക്കൽ കോളേജിലും പോയി പാവങ്ങൾക്ക് ദാനം ചെയ്തുകൂടെ? ഞങ്ങളെ സഖാക്കന്മാരാ. സഖാക്കന്മാർ യുക്തിവാദികളാ. അങ്ങനെ ഒരു രക്ഷയുടെ കളി ഞങ്ങൾ എടുത്ത് നടക്കത്തില്ല. ഇതിലും വലിയ സഖാക്കന്മാരുടെ വീരവാദങ്ങളൊക്കെ ഞങ്ങളും കേട്ടിട്ടുള്ളതാ. മേലെടുത്ത് ബംഗ്ലാവിൽ ചെന്നാലേ യക്ഷി ചോര വിട്ട് കുടിക്കുമെന്ന കാര്യം ഉറപ്പാ. അല്ല, ഇത്രയും കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന ചേട്ടനെ എന്താ ഒരു രക്ഷ ഇതുവരെ പിടിക്കാത്തത്? അതോ കഴിഞ്ഞ 18 വർഷമായി ഞാൻ അതിലും ശക്തിയുള്ള 2 യക്ഷിമാരുടെ പിടിയില്ല. ചുടല യക്ഷിക്ക് പോലും അവരെ പേടിയാ. അത് ഏത് രക്ഷി? അയ്യോ അണ്ണാ, എന്നെ ഒന്ന് പിടിച്ചോ അണ്ണാ. ഇത് മലയക്ഷിയാണ്. അശ്ലീലം പറയാതെ ചുടല യക്ഷിന്ന് പറഞ്ഞു പോടി. പറഞ്ഞു പോട്ടടോ. ഈ എളിയെ പോലെ തന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് ഞങ്ങളെ വേണം പറയാ. ഇതിപ്പോ 2 ലെയ്ലന്റ് ലോറി ഒരു നാനോക്കാരന്റെ മുകളിൽ കയറിയത് പോലെ ആയിപ്പോയല്ലോ. അല്ല, ഇവരെന്തിന് ഇയാളോട് ഇറങ്ങി പുറപ്പെട്ടത്? പുറചൊറിയിക്കാനായിരിക്കും. എന്നാലും ഇത് വലിയ കഷ്ടം തന്നെ കേട്ടോ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒന്നും നടക്കത്തില്ല. 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കള്ളം പറഞ്ഞ് എന്നെ എന്റെ ചേച്ചിയും വശീകരിച്ചെടുത്ത ഞാൻ പോലെ ഈ ഭീമസേന പൊക്കണം. കഴിഞ്ഞ 18 വർഷമായി ഈ മനുഷ്യന്റെ പീഡനങ്ങൾ ഏറ്റ് കഴിയുന്ന 2 പാവം ഭാര്യമാരാ ഞങ്ങൾ. ഇയാൾ എന്നായിടത്തിന് പീഡിപ്പിക്കാനാ? അതിന് 2 പേരെ ഞാൻ വിശ്വസിക്കത്തില്ല. 10 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചപ്പോ പട്ടിണി കൂടാതെ കഴിയാലോ എന്ന് കരുതി. നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്കിനി ഞാനുണ്ട് സഹായം. എന്താണോ പറഞ്ഞത്? എന്റെ ഭാര്യമാർക്ക് ആരുടെയും സഹായം വേണ്ട. ഇതേപോലത്തെ 4 ഇടത്തിലെ കൂടി പോറ്റാനുള്ള കരുത്തെ എനിക്കുണ്ട്. ഞാൻ കഴിക്കുന്നതേ മുസ്ലിം പവർ എക്സ്ട്രാ. അറിയോ എനിക്ക്? എന്റെ ഭീമസേന, അത് എനിക്കൂടെ ഒന്ന് വാങ്ങിച്ചു തരുമോ? ഇവരെ 2 പേരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ, ഇത് വെള്ളത്തിൽ വീണാലും ചാവൂല. ദാ കയറി വരണ്ട്. സുന്ദര, പൊക്കത്തിലല്ല കാര്യമൊന്നും ഇപ്പൊ മനസ്സിലായ? എടാ കുട്ടി സാക്കന്മാരെ, ആ കുള്ളൻ ഭീമസേന കള്ളനാണ്. അവൻ പറഞ്ഞെന്നും തോന്ന ദൂരങ്ങളിൽ വന്നല്ലേ. 3 കിലോ ഒന്നും ആയില്ലെന്നാ. കാട്ടിലും പിക്കറ്റിങ്ങാ. സഖാക്കളെ അങ്ങോട്ട് നോക്കിയേ. എന്തരടേ വണ്ടി ചവിട്ടണ പറഞ്ഞ കറക്റ്റ് കേട്ടാ. നിർത്തണ്ണ അണ്ണ അങ്ങോട്ട് ഇറങ്ങിയേ. എടേ, നമ്മളെ പാർട്ടി ആണല്ലേടേ. ചുവന്ന കൊടികള് തൂങ്ങണത് കണ്ടാ? ഒന്ന് നോക്കിയാലേ. ശരിയാ, ആസിയൻ കരാറിനെ കുറിച്ച് 2 നെടുങ്കൻ ഡയലോഗ് അങ്ങ് കാച്ചിട്ട് പോവാം. അണ്ണാ, കൊടി തോരണവും ചെണ്ടവാദ്യവും ഒക്കെ കണ്ടിട്ട് പ്രതിഷേധ പ്രകടനത്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. കേട്ടില്ലേ? അമ്മേ രക്തസാക്ഷി. ഏതോ അമ്മ സഖാവിനെ കൊന്ന് രക്തസാക്ഷിയാക്കിയിട്ടുണ്ട്.
എന്തിനാണ് നിങ്ങളെ പ്രശ്നം? വടിവാള് കൂട്ടേക്കോട്ടാണ്. അമ്മയെ പരീക്ഷിക്കുന്നു. രക്തസാക്ഷിയല്ല, രക്തയക്ഷി. വിളിച്ചാ വിളിപ്പുറത്ത് വരും. അങ്ങോട്ട് നോക്കിയേ. ഇതെന്തോന്നു? ഒരു പെണ്ണിനെ കുളിപ്പിക്കാൻ രണ്ടുപേരും. പെണ്ണല്ല, രക്തയക്ഷി. നോക്കിയാ ചാരമായി പോവും. നിങ്ങളുടെ നാട്ടിൽ അമ്പലവും വെളിച്ചപ്പാടൊന്നും ഇല്ലേ? ഞങ്ങൾ അമ്പലത്തിൽ പോകാറില്ല, നിരീശ്വരവാദികളാ. അപ്പൊ ഈശ്വരവിശ്വാസികളല്ലേ? സൂക്ഷിക്കണം. ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആ മേലയിടത്ത് ബംഗ്ലാവിലേക്ക് പോണതാ. ചുവപ്പ് നിറങ്ങേണ്ട ആവേശത്തിൽ ഇറങ്ങി പോയതാ അല്ലേ? ഇറങ്ങിയപ്പോഴാ രക്തസാക്ഷി രക്തയക്ഷിയായി പോയത്. ഇവരെ കണ്ടിട്ട് പ്രേതാവേശമുള്ളവരാണെന്ന് തോന്നുന്നു. ആ ബംഗ്ലാവിലേക്ക് ഇതിനു മുമ്പും പ്രേതങ്ങൾ വഴി ചോദിച്ച് വന്നിട്ടുള്ളതാണ്. പ്രേതങ്ങളാ? മേലെടുത്ത് ബംഗ്ലാവിലേക്ക് വരുന്നവര് പ്രേതങ്ങളല്ലെന്ന് ആർക്ക് തീർത്ത് പറയാൻ കഴിയും? അമ്മേ, പല രൂപത്തിലും പ്രേതങ്ങൾ വരും. മനുഷ്യരായും പട്ടിയായും പൂച്ചയായും കാട്ടുപോത്തായും. ഇന്നാളൊരു മന്ത്രവാദി യക്ഷി ഒഴിപ്പിക്കാൻ വന്നിട്ട് എന്തായി? നിന്നിടം കടലായി. അയാള് ജീവനെ കൊണ്ട് ഓടുകയല്ലായിരുന്ന. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇതിലൊന്നും വിശ്വസിക്കരുത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മട്ട് കണ്ടിട്ട് വശക്കേടാ വിളിച്ചപ്പാടെ. ഒന്ന് ഒഴിപ്പിച്ചേര്. എടേ സുന്ദര, എന്തെണ്ണ? ഇതിപ്പം വറചട്ടിന്ന് അടുപ്പി വീണതുപോലെ ആയല്ലേ? ശരിയാണ്. ഇതെന്തൊരു വീടാ ഇത്? ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പ്. എന്റെ അമ്മ, ഇതെന്തോന്ന് ഡ്രാക്കുള കോട്ടയോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ ഗുഡാശാമിന്റെ അസ്ഥികളും മുടികളും ഒക്കെ നമ്മൾ പറക്കേണ്ടി വരുമോ? യക്ഷി പിടിച്ചെന്ന് വിളിച്ച് പോവല്ലേ? കേറി വാ. പിടിച്ചോ. വലത്തെ കയ്യെ പിടി. കയ്യൂരി എടുക്കാനോ പറഞ്ഞു. ഇത് കുഴിയച്ചിയാണ്. കുഴിയച്ചി അത് കണ്ടു അണ്ണാ. നാട്ടുകാർ മൊത്തം പറഞ്ഞത് കറക്റ്റാണ്. യക്ഷി പല രൂപത്തിലും ഭാവത്തിലും വരും. ആദ്യം കുഴി, പിന്നെ ശുനകൻ. പോടാ പട്ടികളെ നാവും കൊരുത്തോണ്ട് പോയത് കണ്ടോ? നമ്മക്ക് അങ്ങ് തിരിച്ചു പോയാലാണ്. തിരിച്ചു തന്നാ ഇതിനെക്കാട്ടി വലിയ പ്രേതങ്ങൾ അവിടെ ഉള്ളത്. അണ്ണാ, നമുക്കോരോ ചുവടും അടിവച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. ആ മൂപ്പിലാമാര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കും. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അയ്യോ, പ്രേതങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഇത് കടലാണ് അണ്ണ. വെള്ളത്തിന് വല്ലാത്ത ഉപ്പുരസം. തെക്കി പ്രാതങ്ങൾ പെടുത്തായിരിക്കും. അയ്യേ, പ്രേതങ്ങളെ മൂത്രവും കുടിക്കുന്ന. ഒരറ്റോ കാണാനില്ലല്ലേ? ഇത് പ്രേതം പുഴയാണടാ സുന്ദര. അയ്യോ, ഈ പുഴ നമുക്ക് നീന്തി മരിക്കാം അണ്ണാ. രാവിലെ തന്നെ ഇവന്മാര് പൂസാണ്. അണ്ണാ എന്നെ കൂടെ പിടിച്ച് വെള്ളത്തിൽ താക്കാതെ. ഞാൻ തളർന്നു. ഇത് ഞാനാ ശ്യാം. അണ്ണാ, ഇത് ഗുണ്ടാശ്യാമാ. രാവിലെ തന്നെ 3 പേര് എന്നെ നോക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് രഞ്ജിത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. കൊള്ളാം. വരുന്ന വഴി തന്നെ അടിച്ച് കോൺ തെറ്റി അല്ലേ? അല്ല, അടിച്ചു കോൺ തെറ്റിയതല്ല, കുടിച്ചു കോൺ തെറ്റിയതാ. പുഴവെള്ളം കുടിച്ച് കോൺ തെറ്റി. പുഴവെള്ളം കുടിച്ചെന്നോ? കണ്ട ഇപ്പൊ മനസ്സിലാ ഞങ്ങള് വെള്ളം കുടിച്ച് മുങ്ങി ചത്തേരേത സത്യം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് തോന്നലാ, മണ്ടന്മാര്. നിന്റെ സുരക്ഷയ്ക്കായിട്ടാ ശ്യാമേ നേതാവ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ ഇപ്പൊ ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. എന്തോന്നാ? ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ മൊത്തം യക്ഷിക്കോട്ടയാ. എന്റെ അണ്ണന്മാരോടെ യക്ഷിയും ഗന്ധർവനും ഒന്നും ഇല്ല. ഉണ്ടായിരുന്ന അകത്ത് കിടന്നിറങ്ങിയ എന്നെ അവര് വെറുതെ വിടുവോ? അത് കള. ഏതാണ് മറന്നേക്കും തലയരിയുന്നവനെ കണ്ട പേടിയാ. അതുപോലാണോ ഞങ്ങള്? ഏതായാലും ആ ലഗേജ് ഇറക്കി അകത്ത് എന്നൊരു ചായയുടെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. പേടിത്തൊണ്ട. അപ്പൊ ഈ പ്രേതങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ അണ്ണ? മൊത്തത്തിലൊരു ശവത്തിന്റെ മണം. ബ്രാഞ്ച് സെക്രട്ടറി, ഇവിടെ കൂലിത്തൊഴിലാളി, നാട്ടില് ബക്കറ്റ് വിരിവ് നടത്തി മാന്യമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു വെയിറ്റ്, നടുവും പോയി. നല്ല ടൂലായിട്ടായിരുന്ന മനുഷ്യൻ പേടിച്ചു പോയി.
വേഗം വന്ന് ചാക്കിട്ടെടുത്ത് അകത്തോട്ട് കൊണ്ടുപോകും. പ്രേതമുണ്ട്. ജീവനെ കൊണ്ട് ഓടിക്കോളാം. അയ്യോ അത് അടുത്തത്. അയ്യോ ചമ്മച്ചേ, അകത്ത് പെട്ടി പ്രാതം, പുറത്ത് കുട്ടിച്ചാക്ക് പ്രാതം. നമ്മക്കൂടെ പോവാണ്. ഹാ, എന്താ എന്ത് പറ്റി? പെട്ടി സാധനങ്ങളുമായിട്ട് രക്ഷ അകത്തോട്ട് പോയിട്ടുണ്ട്. ചായ ഞങ്ങൾ പൊക്കോട്ടോ. എന്തോന്നാ ഈ പറയുന്നത്? നിങ്ങൾ കൊണ്ട സാധനങ്ങളല്ലേ ഈ താഴെ കിടക്കുന്നത്? തോന്നലായിരിക്കും അല്ലേടെ. അപ്പൊ നമ്മൾ കണ്ടതാ. നീ എന്തോന്നടാ ഈ സ്റ്റീൽ ബോഡി കാണിച്ച് കളരിപ്പയറ്റ് നടത്തുന്നത്? ഇവിടുത്തെ പ്രേതങ്ങൾ കുടിക്കാൻ ചോര ഉണ്ടാക്കുവാണോടെ? അറമ്പറ്റുന്ന വാക്ക് പറയാതെന്നാ. ഇവിടത്തെ രക്തയക്ഷി ചോരയുറ്റി കൊന്ന അണ്ണന്റെ ശവത്തിന് മന്ത്രി മാധവൻ റീത്ത് വെക്കുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. ചുമ്മാ പേടിപ്പിക്കാതെ പോയി ചായ ഇട്ടോണ്ടോടെ. ഇവിടെ ആർക്ക് വേണം ചായ? അതിരാവിലെ ഒരുത്തൻ പുറത്തിരുന്ന് മോന്തുന്നുണ്ടില്ലേ? ഉണ്ടയാണെങ്കിലും ശരി, ഇതുപോലെ ഇരുന്ന് മോന്തുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ പോയാൽ അധിക കാലം നമുക്ക് അവനെ നോക്കേണ്ടി വരില്ല. പാവം പണിക്കര് സാറ് എന്താഗ്രഹത്തിലാ അവനെ എഞ്ചിനീയറിംഗിന് വിട്ടത്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തരാവാണ്ടേ? തെണ്ടി തിരിഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ. കുണ്ടാപ്പണി പഠിച്ചിട്ടോ? ഒരുത്തന്റെ തല വെട്ടിയപ്പോ അവന് കിട്ടിയത് 10 ലക്ഷം രൂപയല്ലേ? കേട്ടോ സുന്ദര? സുന്ദര ഇത്ര പെട്ടെന്ന് പൂച്ചയായ? ഒത്തിരി പേരെ കൊന്നു കുഴിച്ചു മൂടിയ ബംഗ്ലാവായത്. പ്രേതം ഏത് രൂപത്തിലും വരാം. സുന്ദര, 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 ഇവിടെ എന്തായാലും ഒരു ശവത്തിന്റെ മണം അടിക്കുന്നത്. അണ്ണാ തേയില എവിടെ ഇരിക്കുന്നു? അവിടെ ഇരിക്കും. ഇനി തേയില മനസ്സിലായി അന്വേഷിക്കണ്ട. ചായ റെഡി കൊടേ. ഇതേതാ പുതിയ പ്രേതം? അകത്ത് കോട്ടിട്ട് കണ്ട പ്രേതം ഇപ്പൊ ബ്ലൗസ് ഇട്ടായിരിക്കും. അയ്യോ ഇത് യക്ഷിയാണണ്ണാ, യക്ഷി. ഞാൻ യക്ഷിയൊന്നുമല്ല സാറന്മാരെ, അരുന്ധതി. ഇവിടെ അടുക്കളപ്പണിക്ക് ആളെ വേണമെന്ന് അറിഞ്ഞിട്ട് വന്നതാ. കള്ള പറയരുത്. നിനക്കൊരു യക്ഷിയുടെ മണമുണ്ടല്ലോ. സത്യം പറയേണ്ടി ചൊല്ലേക്ഷി, നീയല്ലേ പകത്ത് പ്രായമായിട്ട് വന്നത്? അല്ല സാറന്മാരെ, ഞാൻ ദേ പുറകിലുള്ള വഴി കൂടാ വന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട പാവം സഖാക്കളാ ഞങ്ങള്. ഞങ്ങളെ ചോര ഊറ്റി കുടിക്കാതെ ഇവിടെ നിന്ന് പോ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്താ രാവിലെ എല്ലാരും കൂടെ വേഷമൊക്കെ മാറി? വിപ്ലവകാരികളായ ഞങ്ങളെ ഇവിടത്തെ പ്രേതങ്ങൾ വെറും വിട്ടികളാക്കി. 10-30 വർഷമായില്ലേ ആളുതാമസമില്ലാതായിട്ട്. ആണി ഇളകിയതാ. നിങ്ങളുടെ തലയുടെ ആണിയായിരിക്കും. തന്നടേ തന്നെ അല്ലടേ, പ്രേതം ഉണ്ട് എന്നുള്ള ഒരു ബദൽ രേഖ പാർട്ടിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്നൊന്ന് തിരിച്ചു പോകണം. തുടങ്ങി പ്രേതവും ഭൂതവും മണ്ണാങ്കട്ട. ഇനി വരാൻ പോകുന്നത് പ്രേതവും ഭൂതമൊന്നും അല്ല, പോലീസാ. നമ്മുടെ പാർട്ടിയുടെ പോലീസ് നമ്മുടെ മന്ത്രിയുടെ വീട്ടിൽ കയറി പരിശോധിക്കുന്നു. എന്നാ പിന്നെ പോലീസ് സ്റ്റേഷന് ബോംബ് വയ്ക്കുന്ന. ബോംബ് വെച്ചോണ്ടിരുന്നോ? നേതാവിന്റെ മന്ത്രിക്കസര ഇപ്പൊ തെറിക്കും. ഇന്നത്തെ പത്രത്തിൽ വെണ്ടക്ക ആശുപത്രി ന്യൂസ് വന്നിട്ടുണ്ട്, ഫോട്ടോ സഹിതം. എന്നിട്ട് പത്രം എവിടെ? അതാ പെണ്ണ് കൊണ്ടുപോയി. അത് പിന്നെ ഞാൻ പറയാറില്ലേ, ആ മെയിൻ റോഡിന് അപ്പുറത്ത് താമസിക്കുന്ന ഒരു പെണ്ണ് ഈ പുഴയെ കുളിക്കാൻ വരുമെന്ന്. അവൾ ആ പത്രവും കൊണ്ട് വന്നത്. ആ പത്രത്തിൽ എന്തൊക്കെ എഴുതിയിരുന്ന? എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഹെഡിങ് മാത്രമേ വായിച്ചുള്ളൂ. അത് മുഴുവൻ വായിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടിയാനെ. നിനക്ക് ആ പെണ്ണിന്റെ പത്രം അങ്ങ് മേടിച്ചിടായിരുന്നോ? അത് ശരിയാ, പക്ഷെ മേടിച്ചില്ലല്ലോ. ഏതായാലും അവളാരോടൊന്നും പറയത്തില്ല. സുന്ദര, ആ പെണ്ണിപ്പോ അല്ല അങ്ങോട്ട് പോയത്. നീ ഓടിപ്പോയ പത്രം വാങ്ങിച്ചോണ്ടാ. ഈ കാട്ടില്ല, എനിക്ക് പേടിയാ. അണ്ണൻ കൂടെ വാ. അല്ലെങ്കിൽ രമണ നീയും കൂടെ വാ.
പ്രാതം പിടിക്കണേ മൂന്നിന് ഒരുമിച്ച് പിടിക്കട്ടെ. പെണ്ണിന്റെ പേരെന്തോന്ന് പറഞ്ഞേ? പേര് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ സഹാബേദ പെണ്ണിനോട് ചോദിച്ച് മനസ്സിലാക്കാന്നുള്ളതല്ലേ ഉള്ളൂ. വരി ഇങ്ങോട്ട്. മന്ദബുദ്ധികളായി പോയാലും പതിയെ ഓടണം. മതി ഓടി അവളെ പാട്ടിന് പോകും. അയ്യോ എന്താ ഇത്, അവള് സൂപ്പർ ഫാസ്റ്റാ. ഇത്ര പെട്ടെന്ന് സ്ഥലം കാര്യാക്കാൻ. അണ്ണാ രമണനൊരു മണം അടിക്കുന്നു. രമണനൊരു മണം അടിക്കുന്നെന്ന്. ആ ഭീമസേനൻ പറഞ്ഞ യക്ഷി ഇനി എവളായിരിക്കും? ഒന്ന് പോടാ അവിടുന്ന്. ഇങ്ങനെ സംശയം കയറിയ നീ ആദ്യം പിടിച്ച് ചാവും. മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ എന്നെ പോലെ? അവള് താണ്ടൊന്ന് നിക്കണേ, ആ പേപ്പർ തന്നിട്ട് പോയി. അയ്യോ ആണ്ട പോയി, അവള് കേട്ടില്ല അണ്ണാ. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? നമ്മക്ക് അവളൊന്ന് തപ്പിയാലാ? എടാ അതല്ല, അവളെ വീടൊന്ന് തപ്പിയാലാന്ന്. എന്നാ വാ പോവാ. എന്തോ മോട്ടോർ ഫിറ്റ് ചെയ്തേക്കുന്നോ? പതിയെ പോണ. ഒന്ന് മിണ്ടാറായിക്കോട്ട്. ഒന്ന് ചേർത്ത് പിടിച്ചു വരുന്നത്, അല്ലേ ഊർന്ന് താഴെ വീഴും. എന്റെ ഈ കുറുങ്കാലം കൊണ്ട് നടന്നങ്ങ് എത്താൻ അല്പ സമയമെടുക്കും. അതുകൊണ്ടാ നിന്നെ ബുദ്ധിമുട്ടിച്ചത്. മാത്രമല്ല ഞാൻ വകയിൽ നിന്റെ ചേട്ടനാണല്ലോ. ചേട്ടനെ സഹായിക്കൊക്കെ ചെയ്യാം. പക്ഷേ ചേട്ടൻ ആള് ശരിയില്ലെന്ന് എല്ലാരും പറയുന്നേ. വല്ലവരും പറയുന്നത് എന്തിനാ നീ കേൾക്കുന്നേ? അല്ലേ തന്നെ ഈ മുച്ചാൻ പൊക്കവും വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? തന്നെയല്ല വികലാംഗരെ സഹായിച്ച പുണ്യവും കിട്ടും. അല്ലരുന്തതി, പത്രത്തിലെ ഫോട്ടോയിൽ കണ്ട ആളെ തന്നെയാണോ നീ ബംഗ്ലാവിൽ കണ്ടത്? അതേന്നേ, ഞാൻ എന്തിനാ ചേട്ടനോട് കള്ളം പറയുന്നേ? അല്ല അയാളെ കണ്ടിട്ട് ചേട്ടൻ ഇപ്പൊ എന്താ കാര്യം? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ലടി പെണ്ണെ. കേരളത്തിലെ മന്ത്രിസഭയെ താഴെ ഇറക്കാനുള്ള ഒരു ബോംബ് ഇന്ന് പൊട്ടി. ഇത് ശരിയാവത്തില്ല കേട്ടോ. ചേട്ടാ ഒരു സാധാരണ തോന്നി സഹായിക്കാന്ന് വിചാരിച്ചപ്പോ കൂടുതൽ സഹായിക്കുമെന്ന് ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. പിന്നെ ബംഗ്ലാവിലേക്ക് ഞാൻ വരുന്നില്ല, ഇവിടെ നിൽക്കാം. നീ അവനുമായിട്ട് സംസാരിക്കും, ഞാൻ കണ്ടോളാം. ഞാൻ കൂടെ വന്നാലേ അവൻ ചിലപ്പോ വെളിയിലിറങ്ങില്ല. അയാളെ ഒറ്റ കൊടുക്കാൻ വല്ലതാണോ? ഒന്ന് കാണാൻ മാത്രം. അവൻ തന്നെയാണോന്ന് അറിയാമല്ലോ. നീ ചെല്ല് ചെല്ല് ചെല്ല്. പോ പോ പോ. ഈ ചേട്ടൻ പറഞ്ഞാലും കേക്കും. ഏതായാലും മേനോൻ സാർ ചത്തുപോയി. ദാക്ഷായിനിയെ ശകുന്തളയും പൊറിപ്പിക്കാമെങ്കിൽ ഇവളെ പോലെ ഒരുത്തിയെ പൊറിപ്പിക്കാൻ ഈ ഭീമസേൻ എന്താ പാട്. യവന്മാരുടെ അവിടെ പോയി കിടക്കണം. സമയത്ത് നോക്കിയ ഒരുത്തനെ കാണൂല. ഇടഞ്ഞോട്ട് വാടാ സുന്ദര രമണ, ഓടി വാടാ, വടയക്ഷി പറഞ്ഞെന്ന്. ഞാൻ രണ്ടും കൽപ്പിച്ച എനിക്ക് ഞാൻ മൂന്നും കൽപ്പിച്ച. ഇരുമ്പുകളെയും തീകളെയും പ്രേതങ്ങൾക്ക് ഭയങ്കര പേടികളാണെന്ന്. ഇവിടെ നിൽക്കണം. നീ ആ കണ്ണുവട്ടം മുതലാളിയെ കല്ലറയിൽ അടച്ചു വന്ന വടയക്ഷി ഫോറസ്റ്റ് ഓഫീസറുടെ ചോര ഊറ്റി കുടിച്ചവളെ. എന്റെ ചോര കുടി. രക്തയക്ഷി, നിന്നെ ഞങ്ങൾ രക്തസാക്ഷിയാക്കും. അയ്യോ ഞാൻ യക്ഷിയൊന്നും അല്ല. യക്ഷി അല്ലെങ്കിലും പോ. ഓടി വരണേ, ഒരു യക്ഷിയെ പച്ചജീവനോടെ കിട്ടിയേ. നേരാതെ വെട്ടാൻ പറ്റുവാടാ. നിന്നടിയോടാ പിന്നെങ്ങനെ വെട്ടുവാടാ? നിൽക്കാൻ ഞാൻ ഒന്ന് വെട്ടി നിർത്തട്ടെന്ന്. മണ്ടന്മാര്, ഇവ ലക്ഷ്യാണ് പിന്നെ ഒറിജിനൽ ലക്ഷ്യം എങ്ങനെ ഇരിക്കും? ഇനിയിപ്പൊ ഞാൻ തന്നെ പോയി നോക്കാം. ഇവനെ പിടിച്ചു കൊടുത്താ 1 ലക്ഷം രൂപ വരെ ഇനാൻ കിട്ടുമെന്നാണ് പത്രത്തിൽ കണ്ടത്. ഇനിയിപ്പൊ അവൻ തന്നെയാണോ ഇവൻ? എന്തൊരു നാടാണ് ഇത്. ജീവിക്കാനേ പറ്റത്തില്ല. ഇതെന്തോ കഷ്ടപ്പെട്ട് ഏർപ്പാടായി. ഇനി എന്തായാലും ഇവിടെ താമസിക്കുന്ന പ്രശ്നമില്ല. പിന്നല്ലാതെ എന്തരടാ ഇത്? പല ആലയങ്ങളും കണ്ടിട്ടുണ്ട്. ഇതെന്തരാലയോ? പ്രാതങ്ങളെ സംസ്ഥാന കമ്മിറ്റി ആരോടാ എന്റെ കാലി പിടിച്ച് വെച്ചേക്കണം? ഞാനല്ല. എന്തോ അനങ്ങുന്നുണ്ട്. അശ്ലീല പറയാതെ എന്തോ അനങ്ങുന്നുണ്ടെന്ന്. ഇതാര്? ഞാനല്ലേ? ഇത് ഉരുട്ടോണ്ടിരിക്കാൻ ഒരു അടയിൽ നോക്കിയാൽ പോക്കണ. എത്ര ആദ്യം കോട്ടിട്ടോണ്ടിരുന്നത്, പിന്നെ പാവാട കൊടുത്തോണ്ട് ഇപ്പൊ അണ്ടർവെയർ ഇട്ടോണ്ട് വന്നിരിക്കണ്.